ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBAയുടെ മേജർ പേപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. ഈ പേപ്പറിൻ്റെ സിലബസിൽ വരുന്നത് 5 ബ്ലോക്കുകളാണ്. ഈ 5 ബ്ലോക്കുകളിലും ഏതെല്ലാം ഭാഗത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം, ഏതെല്ലാം ഭാഗത്ത് നമുക്ക് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്, എസ്എ ചോദ്യങ്ങളൊക്കെ ഏതെല്ലാം ഭാഗത്തു നിന്ന് വരും എന്നീ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് അക്കൗണ്ടിങ് പ്രോസസ് ആൻഡ് സിസ്റ്റമാണ്. ഈ ബ്ലോക്കിൽ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അക്കൗണ്ടിങ് പ്രോസസ്സ് എങ്ങനെയെന്നാണ്. 2 മാർക്കിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിങ് പ്രോസസ്സ്. 6 സ്റ്റെപ്പുകളാണ് അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരുന്നത്. ആദ്യം അക്കൗണ്ടിങ് ട്രാൻസാക്ഷന് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുക. സെക്കൻഡ്, ആ ട്രാൻസാക്ഷന് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ജേണൽ. പിന്നീട് ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്ത് പറയുന്നത്, ലെഡ്ജർ എന്ന് പറയുന്നത്. പിന്നീട് അത് സമ്മറൈസേഷൻ ചെയ്യുക, ദെൻ ആ ട്രാൻസാക്ഷൻസ് അനാലിസ് ചെയ്യുക, പിന്നെ ഫൈനലി അതിൻ്റെ റിപ്പോർട്ട് നൽകുക. എന്നിങ്ങനെ 6 സ്റ്റെപ്പുകളാണ് അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആരും പഠിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് അക്കൗണ്ടിങ് എന്നതും കൂടിയും നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ +1 എന്നൊക്കെ പഠിച്ചതാണ്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് ഗ്യാപ്പ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം പാറ്റേണിൽ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പാൻഷനൊക്കെ പ്രതീക്ഷിക്കാം. ഗ്യാപ്പിൻ്റെ എക്സ്പാൻഷൻ വരുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ അക്കൗണ്ടൻസി ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസും സ്റ്റാൻഡേർഡും പ്രിൻസിപ്പിൾസും അതിനെക്കുറിച്ചാണ് എന്ത് പറയുന്നത്, ഗ്യാപ്പിൽ പറയുന്നത്. എന്തൊക്കെയാണ് റൂൾസ്, സ്റ്റാൻഡേർഡ്, പ്രിൻസിപ്പിൾസ് ഫോളോഡ് ഇൻ അക്കൗണ്ടിങ് ഇസ് കോൾഡ് ഗ്യാപ്പ്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മേജർ ഏരിയയാണ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ടേംസ്. ഒരുപാട് ടേംസ് ഉണ്ടെങ്കിൽ പോലും ഒരു 4 മേജർ ടേമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ 4 ടേമും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അസറ്റ് എന്താണ്, അതിൻ്റെ ഭാഗമായിട്ട് കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമ്മൾക്ക് മറ്റു ഭാഗങ്ങളും റേഷ്യോസും അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ ചെയ്യുമ്പോഴും ക്യാഷ് ഫ്ലോ ചെയ്യുമ്പോഴൊക്കെ ഈ ഭാഗം അറിഞ്ഞിരിക്കണം. ദെൻ ലാബിലിറ്റീസ്, ബാധ്യത എന്ന് പറയും, അതും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ എന്താണ് ഇൻകം, വരുമാനം, എക്സ്പെൻസ് എന്താണ്. ഈ 4 ടേമുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് വരാം. പിന്നീട് ഇവിടെ വരുന്ന മറ്റൊരു ടേമാണ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ ട്രാൻസാക്ഷൻസ് ഡേ ടു ഡേ ട്രാൻസാക്ഷന് അതാത് ദിവസം റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ വരുന്ന വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, അതാത് ദിവസം തന്നെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഡേ ടു ഡേ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് എന്ത് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം കൊണ്ട് അർത്ഥമാക്കുന്നത് ഡെബിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് എന്നാണിത് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലേ, നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നോക്കുമ്പോഴും അതിന് ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് കാൾഡ് ഡബിൾ എൻട്രി സിസ്റ്റം. പിന്നീട് ഇവിടെ ചിലപ്പോൾ 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്.
പ്രധാനമായിട്ടും 3 അക്കൗണ്ട്സുകളാണുള്ളത്. ഒന്ന് നോമിനൽ അക്കൗണ്ട്, 2 റിയൽ അക്കൗണ്ട്, 3 പേഴ്സണൽ അക്കൗണ്ട്. ഇതിൽ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് എക്സ്പെൻസ് ആൻഡ് ഇൻകം ആണ് അല്ലേ. ചെലവിൻ്റെയും വരുമാനത്തിൻ്റെയും അക്കൗണ്ടിന് പറഞ്ഞ പേരാണെന്ത്, നോമിനൽ അക്കൗണ്ട്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ സാലറി അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട്. ഇനി ഇൻകം പഠിച്ചാൽ അല്ലേ, ഇപ്പോൾ ഒരുപാട് ഇൻകംസ് ഉണ്ടാവും. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്. അങ്ങനെ എക്സ്പെൻസുകളുടെയും ഇൻകത്തിൻ്റെയും അക്കൗണ്ടിന് പറയുന്ന പേരാണെന്ത്, നോമിനൽ അക്കൗണ്ട്സ്. ദെൻ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റുകളുടെ അക്കൗണ്ട് ആണെന്ത്, റിയൽ അക്കൗണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാൻഡ് അക്കൗണ്ട്, പിന്നെ അതുപോലെ തന്നെ ബിൽഡിംഗ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഒക്കെ എന്താണ്, റിയൽ അക്കൗണ്ടാണ്. മൂന്നാമത്തെ അക്കൗണ്ട്സ് ആണ് പേഴ്സണൽ അക്കൗണ്ട്, വ്യക്തികളുടെ അക്കൗണ്ട് അല്ലേ. അപ്പോൾ എ അക്കൗണ്ട്, ബി അക്കൗണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ എന്താണ്, പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ 3 അക്കൗണ്ടാണുള്ളത്, നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. കൃത്യമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കാം. പിന്നീട് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ജേണൽ. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ട്രാൻസാക്ഷന് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് മീനിങ് എന്തുള്ളൂ, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് കാൾഡ് ജേണൽ. നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് ജേണൽ എൻട്രി എഴുതാൻ. 5 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും 5 മാർക്കിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്തുണ്ട്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉണ്ട്. അതായത് 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 6 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഒരു ചോദ്യം എന്തായാലും എന്തിൻ്റെക്കാരം, ജേണൽ എൻട്രി ചെയ്താനുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ ജേണൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇവിടെ സബ്സിഡറി ബുക്കൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളൂ. സബ്സിഡറി ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് പർച്ചേസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ജേണൽ പേപ്പർ. ഏതൊക്കെയാണ് സബ്സിഡറി ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ജേണൽ പേപ്പർ. പിന്നീട് ലെഡ്ജർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം അല്ലേ. ജേണലിൽ നിന്ന് ട്രാൻസാക്ഷൻസ് എന്തിലേക്ക് മാറ്റുന്നു, നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ട്രാൻസാക്ഷന് ലെഡ്ജറിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെഡ്ജർ എന്ന് പറയുന്നത്. നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷന് എന്ത് ചെയ്യുന്നു, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ലെഡ്ജർ പ്രിപ്പറേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, പ്രോബ്ലം വരാൻ സാധ്യത വളരെ കുറവാണ്. ദെൻ ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അരിത്തമെറ്റിക്കൽ ആക്യുറസി കാണിക്കാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രയൽ ബാലൻസ് ഇസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി കൺസേൺ. ഒരു സ്ഥാപനത്തിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ക്ലിയർ ആണോ. നമുക്ക് അറിയാം ട്രയൽ ബാലൻസിൻ്റെ ടോട്ടൽ 2 സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ട്രയൽ ബാലൻസും അത് പ്രിപ്പയർ ചെയ്യാനും 5 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിനോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണിത്, ട്രയൽ ബാലൻസ്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ 2 ഭാഗത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രോബ്ലത്തിന് പ്രാധാന്യം കൊടുത്താൽ മതി. ഒന്ന് ജേണലും ഒന്ന് ട്രയൽ ബാലൻസും. ഓക്കെ അല്ലോ. ഇനി സെക്കൻഡ് ബ്ലോക്ക് നോക്കാം. സെക്കൻഡ് ബ്ലോക്ക് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കാണ്. ട്രേഡിംഗ് അക്കൗണ്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ദെൻ ബാലൻസ് ഷീറ്റ്. ഇവിടുന്നായിരിക്കും എസ് വരിക. ഷുവറായിട്ടും 10 മാർക്കിൻ്റെ ഒരു ചോദ്യം ഫൈനൽ അക്കൗണ്ട്സ് ആയിരിക്കും. അതിൽ എന്തൊക്കെ വരിക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. കൃത്യമായിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ബേസിക് തിയറീസും, എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, എന്താണ് ബാലൻസ് ഷീറ്റ് എന്നതൊക്കെ 2 മാർക്കിനോ 1 മാർക്കിനൊക്കെ ചോദിക്കാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഫൈനൽ അക്കൗണ്ടിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുള്ള ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നും ചെയ്ത് ആരും പഠിക്കാൻ നിൽക്കണ്ട.
ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചാൽ മതി. അതായത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. ഇവിടെ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നുള്ളത് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നുള്ളത് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് ഇൻകംസ് അഡ്ജസ്റ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. ഡിപ്രിസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഡിപ്രിസിയേഷൻ. ദെൻ ബാഡ് ഡെപ്റ്റും അതിൻ്റെ പ്രൊവിഷനും. ഇനിയും ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ +1 എന്നും പലയിടത്തും പഠിച്ചിട്ടുണ്ടായിരിക്കും. അത്ര വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫൈനൽ അക്കൗണ്ട് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആക്കാനോ അല്ലെങ്കിൽ അതിൽ ഒരു 8 to 8 മാർക്കെങ്കിലും നേടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കഴിയും. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് നല്ലോണം പ്രാധാന്യം കൊടുക്കുക. എസ് വരിക ഈ ഒരു ഏരിയയിൽ നിന്നാണെന്ന് തന്നെ മനസ്സിലാക്കുക. നെക്സ്റ്റ് ബ്ലോക്ക് 3 ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 2 മേജർ ഏരിയകളാണ്. ഒരു ഏരിയ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഏരിയയും മറ്റൊരു ഏരിയ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഏരിയയും. ഫണ്ട് ഫ്ലോയിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ചേഞ്ചസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് പറയുന്ന പേരാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കാൾഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ പ്രോബ്ലം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ 10 മാർക്കിൻ്റെ എസ് കേട്ടൊക്കെ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. ഒരു എസ് നമ്മൾ പറഞ്ഞു ഫൈനൽ അക്കൗണ്ടാണ്, മറ്റൊരു എസ് പ്രോബ്ലം വരാൻ സാധ്യതയുള്ളത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരയ്ക്കുക 2 അക്കൗണ്ടാണ്. ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. 2 ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് 5 മാർക്കിന് വേറെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കാണാനും അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരക്കാനും. പിന്നീട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോയും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ ഓഫ് ക്യാഷ് ആണത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ 3 ആക്ടിവിറ്റീസാണ് വരിക. ഒന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, 2 ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, 3 ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ 3 ആക്ടിവിറ്റീസാണ് വരുന്നത്. 1 ഓപ്പറേറ്റിംഗ്, 2 ഇൻവെസ്റ്റിംഗ്, 3 ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും ഏത് ആക്ടിവിറ്റീൻ്റെ അണ്ടറിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ നിന്ന് നമുക്ക് പ്രോബ്ലം ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡിലും ഉണ്ട്. അതിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എടുത്ത് പഠിക്കണം. ചിലപ്പോൾ അത് എന്ത് വരും, 5 മാർക്കിൻ്റെ ചോദ്യങ്ങളായി വരും. അപ്പോൾ 3rd ബ്ലോക്കിൽ 2 ഏരിയകളാണ് വരുന്നത്. ഒന്ന് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, മറ്റൊന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളിതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനാണ്. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം ഇല്ലെങ്കിൽ മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ, ക്യാഷ് ഫ്ലോൻ്റെ പ്രോബ്ലം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടുള്ളൂ. പക്ഷേ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാണാനുള്ള പ്രോബ്ലം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ബ്ലോക്ക് 4 റേഷ്യോ അനാലിസിസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അക്കൗണ്ടിങ് റേഷ്യോ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം, 2:1 അല്ലേ, പ്രൊപ്പോർഷനായിട്ട്, അല്ലെങ്കിൽ പേഴ്സൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ടൈംസിൽ എക്സ്പ്രസ് ചെയ്യാം. ഇങ്ങനെ 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഷ്യോസ് എന്ന് പറയുന്നത്. അത് അക്കൗണ്ടിങ്ങിൽ ആയി കഴിഞ്ഞാൽ എന്ത് പറയും, അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയും.
ഇനി അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ യൂസസ്, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ എസ് എ തിയറി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തിയറി എസ് എ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണെന്ത്, റേഷ്യോ അനാലിസിസ്. അപ്പോൾ അതിൻ്റെ മീനിങ്, യൂസസ്, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻ. അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ തിയറി ആയിട്ട് വരും. അപ്പോൾ ആ ഭാഗം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പിന്നീട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് റേഷ്യോസ്. നമ്മൾ ഫൈനൽ അക്കൗണ്ട് ആണെങ്കിലും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലൊക്കെ വലിയ പ്രോബ്ലംസാണ്. ഈ റേഷ്യോൻ്റെ എളുപ്പം എന്ന് ചോദിച്ചാൽ വളരെ ചെറിയ ചെറിയ പ്രോബ്ലംസേ ഉള്ളൂ. ജസ്റ്റ് എന്തറിഞ്ഞാൽ മതി, ഇക്വേഷൻസ് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ വരുന്ന മേജറായിട്ടുള്ള റേഷ്യോൻ്റെ ഒക്കെ ഇക്വേഷന് എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കുക. മെയിനായിട്ടും 4 റേഷ്യോകളാണ് വരുന്നത്. ലിക്വിഡിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ, സോൾവൻസി റേഷ്യോ. അതിൽ ലിക്വിഡിറ്റി റേഷ്യോയിൽ 2 റേഷ്യോസാണുള്ളത്. കറണ്ട് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ആസിഡ് ടെസ്റ്റ് റേഷ്യോൻ്റെ മറ്റൊരു പേരാണ് ക്വിക്ക് റേഷ്യോ. ഇതിൽ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണെന്ത്, കറണ്ട് റേഷ്യോ. അപ്പോൾ ഈ ഒരു ഭാഗം ചെയ്യാൻ നമുക്ക് എന്ത് മാത്രം പറഞ്ഞാൽ മതി, കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്, കറണ്ട് ലാബിലിറ്റി ഏതൊക്കെയാണ്. ഇക്വേഷൻ എന്താ, കറണ്ട് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി. ദെൻ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റിയാണ്. ക്വിക്ക് അസറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറയ്ക്കുക. എന്താണ്, കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ച് എന്ത് കിട്ടും, ക്വിക്ക് അസറ്റ് കിട്ടും. ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി ആണെന്ത്, ക്വിക്ക് റേഷ്യോ. നെക്സ്റ്റ് ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അതിൽ 3 റേഷ്യോസാണ് വരുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോക്കാണ്. നെക്സ്റ്റ് ടേൺ ഓവർ റേഷ്യോ, മറ്റൊരു പ്രധാനപ്പെട്ട റേഷ്യോ ആണ്. ഇതിൽ ഈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നിർബന്ധമായിട്ടും പഠിക്കാം അല്ലേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്കാണ്. എന്താണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷന്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. പിന്നെ ടേൺ ഓവർ റേഷ്യോ എന്നത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അതിന് രണ്ടിൻ്റെയും ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാൻ കഴിയും. അതാണ് റേഷ്യോൻ്റെ ബെനിഫിറ്റ്. ദെൻ സോൾവൻസി റേഷ്യോയിൽ വരുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇതിൽ ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണോ. നെക്സ്റ്റ് ബ്ലോക്ക് 5 ആണ്. ബ്ലോക്ക് 5 ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കോസ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിൽ ഡയറക്റ്റ് കോസ്റ്റ് എന്താണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണ്, വേരിയബിൾ കോസ്റ്റ് എന്താണ്, ഫിക്സഡ് കോസ്റ്റ് എന്താണ്. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 2 മാർക്കിന് വരാൻ സാധ്യത കൂടുതലുള്ള ടേമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ പിന്നീട് ഇവിടെ വരുന്നത് 2 മേജർ ഡിഫറൻസ് ആണ്. ഒന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇതിലേതെങ്കിലും ഒരു ഡിഫറൻസ് ഷുവറായിട്ടും നമുക്ക് 5 മാർക്കിന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഭാഗം വരുന്നത് കോസ്റ്റും അതിൻ്റെ ക്ലാസിഫിക്കേഷനും കോസ്റ്റ് അക്കൗണ്ടിങ്ങും. ദെൻ 2 ഡിഫറൻസ് ഏതൊക്കെയാണ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും, കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കോസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഒരു 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, 10 യൂണിറ്റ് ഉണ്ടാക്കാൻ 100 രൂപ ചിലവ് വന്നു. നമ്മൾ 11ാമത്തെ യൂണിറ്റ് ഉണ്ടാക്കാൻ വന്ന ചിലവ് 110 രൂപയാണ്. അല്ലെ, നമുക്ക് അഡീഷണൽ ആയിട്ട് എത്ര വന്നു, ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര വന്നു, 10 രൂപ വന്നു. 10 യൂണിറ്റിന് 100 രൂപയായിരുന്നു, 11 യൂണിറ്റ് എന്തായി 110 രൂപ. ഒരു യൂണിറ്റിന് എന്ത് വന്നു, അഡീഷണൽ ആയിട്ട് എത്ര വന്നു, 10 രൂപ വന്നു. ഈ 10 രൂപക്കാണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റ്. അപ്പോൾ അഡീഷണൽ കോസ്റ്റ് ആണെന്ത്, മാർജിനൽ കോസ്റ്റ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കോൺട്രിബ്യൂഷൻ അല്ലേ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണെന്ത്, കോൺട്രിബ്യൂഷന്. PV റേഷ്യോ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ആണെന്ത്, PV റേഷ്യോ. BEP അതിൻ്റെ പ്രോബ്ലം, PV റേഷ്യോ കാണാനും BEP കാണാനുള്ള പ്രോബ്ലം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം.
ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി. 2 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രസൻറ്റ് സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ്. എന്താണ് പ്രസൻറ്റ് സെയിൽസ് മൈനസ് BEP ബ്രേക്ക് ഈവൻ സെയിൽസ്. ദെൻ ആപ്ലിക്കേഷന് ജസ്റ്റ് ആ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടത് കോസ്റ്റിൻ്റെ ഏരിയയും മാർജിനൽ കോസ്റ്റിൻ്റെ ഏരിയയും. അപ്പോൾ നമ്മൾ 5 മൊഡ്യൂളിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ജയിക്കാൻ കഴിയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ തിയറീസും ആ പ്രോബ്ലം കൂടി നിങ്ങൾ കുറച്ചും കൂടി നോക്കുക വെച്ചാൽ നല്ല മാർക്ക് ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് നേടാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.